Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫിയും ഉസോബും അതുപോലെ തന്നെ സോറോയും അവർ മൂന്ന് പേരും കാഴ്ചകൾ കാണാൻ ഒരു ടീമായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ജയന്റ് കുട്ടികൾ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഓടി വന്ന് അവരുമായിട്ട് കമ്പനി അടിച്ച് എൻജോയ് ചെയ്യാണ്. ലൂഫിക്കാണെങ്കിൽ അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ ആകാംക്ഷയും. ആദ്യം നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ആ ഒരു ജയൻസിന്റെ പെരുമാറ്റം വളരെയധികം ഇഷ്ടപ്പെടും. വാവ്, ഈ ജയൻസുകളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അവരോടൊപ്പം കളിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും ആ ഒരു ജയൻസ് കുഞ്ഞുങ്ങൾ അവർ വിളിച്ചു പറയുക, ഈ മനുഷ്യർ അവർ വളരെ വീക്കായിട്ടുള്ള ആൾക്കാരാണ്, നമുക്കവർ തട്ടിക്കൊണ്ടുപോയി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ടതുപോലെ കളിപ്പാട്ടമാക്കി മാറ്റാമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാരൊന്ന് ഞെട്ടുകയാണ്. സോറയ്ക്കാണെങ്കിൽ കൺട്രോൾ പോവും. ഞാൻ എൻ്റെ സ്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ തന്നെ അവറ്റയാളെ വെട്ടി വീഴ്ത്തട്ടെ. ഉസൂപ്പാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് വലിക്കും. ദയവ് ചെയ്ത് നീ മണ്ടത്തരമൊന്നും കാണിക്കരുത്. ഇപ്പൊ നമ്മൾ ഇവരുടെ അതിഥികളാണ്. കുട്ടികൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഓടി ഓടി ഒരു വലിയ മലയുടെ മുകളിൽ കയറുകയാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ ആ കുഞ്ഞുങ്ങളോട് ഫണ്ണി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ രണ്ട് ടീമും ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. അത് കാണുമ്പോൾ നമ്മുടെ ഉസോപ്പിനും ഭയങ്കരമായിട്ട് ത്രില്ല് തോന്നും. അങ്ങനെയാണെങ്കിൽ ഞാനും ഈ ഒരു മത്സരത്തിനുണ്ട്. ഇവരൊക്കെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വലിയ വലിയ വാരിയേഴ്സ് ആയിരിക്കും. അവരോടൊപ്പം ഫൈറ്റ് ചെയ്തു എന്ന് എനിക്കും വീമ്പ് പറയാലോ എന്ന് പറഞ്ഞ് ഉസോപ്പും ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. പക്ഷേ അവർ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ കുറച്ച് ജയൻസ് പെൺകുട്ടികൾ അവിടേക്ക് വരും. അവരാണെങ്കിൽ ആ ഉണ്ടപ്പൻ ജയൻസ്മാരെ നോക്കും. നിർത്തടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, നിങ്ങൾ എന്തായി ചെയ്യണേ? ഒരു കാരണവശാലും നിങ്ങൾ ഇവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. ഹ്യൂമൻസ് നമ്മുടെ കളിപ്പാട്ടമല്ല, അവർ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവരിവിടേക്ക് വന്നത് നമ്മുടെ അതിഥികളായിട്ടാണ്. അത് കേൾക്കേണ്ട താമസം ആ ഉണ്ടപ്പ കുഞ്ഞുങ്ങൾ അവരങ്ങനെ തല താഴ്ത്തി നമ്മുടെ ആൾക്കാരോട് ക്ഷമ പറയുകയാണ്. നമ്മുടെ ആൾക്കാർ വണ്ടറടിക്കും, ഇവർ ഇത്രയധികം ഡൗൺ ടു എർത്ത് ആണോ, ഇത്രയധികം വീക്കാണോ എന്ന് ഒരു നിമിഷം നമ്മുടെ ആൾക്കാർ ചിന്തിച്ചു പോകും. ജോറോ ആണെങ്കിൽ അത് കണ്ട് അത്ഭുതപ്പെട്ട് ഇതാണോ എൽബോഫിലെ വലിയ വാരിയേഴ്സ് ചോദിക്കും. ഉടനെ പുറകിലുണ്ടായിരുന്ന രണ്ട് ആൺകുട്ടികൾ അവരാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇപ്പൊ ജോറോട് പറയും, ഞങ്ങളെ കളിയാക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കാറില്ല. അത് കേട്ട് ഉസോപ്പാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അവനൊരു തമാശ പറഞ്ഞതാണ്, നിങ്ങൾ എപ്പോഴും വാരിയേഴ്സ് തന്നെയാണ്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലളിതവും ക്യാഷ്വലുമാണ്. നിങ്ങൾ സിമ്പിളായിട്ട് വലിയ വലിയ ഫൈറ്റുകൾ ചെയ്യും. അതാണ് നമുക്കിടയിലെ വ്യത്യാസം എന്ന് പറഞ്ഞ് അവനത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഉസോപ്പിന്റെ വാക്കുകൾ കേട്ട് അവരാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ഉസോപ്പിനെ നോക്കുകയാണ്. ഉസോപ്പാണെങ്കിൽ വണ്ടറടിക്കും, എന്തുപറ്റി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിന് അവർ പറയും, അയ്യോ ഇല്ല, നിങ്ങൾ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. ഞങ്ങളാരും ഫൈറ്റ് ചെയ്യില്ല. ഫൈറ്റ് ചെയ്യുന്നത് അത് ശരിക്കും അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ. അത് കേട്ട് ഉസോപ്പ് പറയും, നിങ്ങൾ എന്തായി പറയണേ? നിങ്ങളാണ് നാളത്തെ എൽബോഫിലെ വാരിയേഴ്സ്. സോ നിങ്ങൾ ഫൈറ്റ് ചെയ്യാതെ മറ്റാരാണ് ഫൈറ്റ് ചെയ്യേണ്ടത്? കുട്ടികളാണെങ്കിൽ വീണ്ടും പരസ്പരം നോക്കും. അതിനുശേഷം അവർ ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറയും, അയ്യോ ഇല്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്യില്ല, ഞങ്ങൾക്ക് വാരിയേഴ്സ് ആവണ്ട. അത് കേട്ട് ഉസോപ്പാണെങ്കിൽ ഷോക്കായി താഴേക്കൊന്ന് വീഴുകയാണ്. ഈ കുട്ടികൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇവറ്റകൾക്ക് കുറച്ച് വട്ടുണ്ടോ ചിന്തിക്കും. ആ സമയത്തായിരിക്കും ഒരു ലേഡി വോയിസ് അവർ ശ്രദ്ധിക്കുക. ഫൈറ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല, മാത്രമല്ല ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അത് വലിയ ഇഷ്ടമൊന്നുമല്ല. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതാരാണ്, ആ ശബ്ദം ഇവിടുന്നാണ് വരുന്നതെന്ന് വളരെ കാര്യമായിട്ട് നോക്കും. പക്ഷേ ആരെയും കണ്ടെത്താനായിട്ട് കഴിയില്ല. ഉസോപ്പാണെങ്കിൽ ദേഷ്യത്തിൽ വിളിച്ചു പറയും, വാരിയേഴ്സ് ആവുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണോ? നിങ്ങൾക്ക് ഭാവിയിൽ ഫൈറ്റേഴ്സിന്റെ ആവശ്യമില്ലേ? ഉടനെ ഒരു ചെറിയ പയ്യനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടാത്തതുപോലെ നമ്മുടെ ആൾക്കാരെ നോക്കും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അതൊട്ടും ശരിയല്ല, മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ താഴെ ഇറങ്ങാൻ പറയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതേ സമയം അവിടെ അങ്ങനെ ഇളകി മറിയാനായിട്ട് തുടങ്ങുകയാണ്. ലൂഫിയുടെ കൺട്രോൾ പോയി അവനൊരു കുഴിയിലേക്ക് വന്ന് വീഴും. അപ്പോഴായിരിക്കും അവർ കാര്യം മനസ്സിലാവുക. അവരൊരു വലിയൊരു മലയുടെ മുകളിലല്ല, മറിച്ച് ഒരു ജയന്റ് ലേഡിയുടെ മുകളിലാണ്. അവളുടെ പേരാണ് ഗിബ്ലി. അവളിപ്പോൾ പതിയെ എഴുന്നേക്കാൻ തുടങ്ങും. അവളാണ് നമ്മുടെ ആൾക്കാരോട് സംസാരിച്ചതും. ഈ ജയന്റ് ലേഡി നിസ്സാരക്കാരിയല്ല, വാൾഡർ സ്കൂളിലെ ഒരു ബയോളജി ടീച്ചറാണ്. ഉസോപ്പാണെങ്കിൽ ഓടി വന്ന് അവരോട് സോറി പറയും, ഐ എം സോറി, ഞങ്ങൾ അറിയാതെയാണ് നിങ്ങളുടെ ദേഹത്ത് കയറി നിന്നത്. അതിന് അവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, യാതൊരു കുഴപ്പവുമില്ല, നിങ്ങൾ എൻ്റെ ദേഹത്തുണ്ടായിരുന്നുവെന്ന് എനിക്കൊരു ഫീൽ പോലും ഉണ്ടായിരുന്നില്ല. കുറച്ച് ചോക്ലേറ്റ്സ് എൻ്റെ ബോഡിയിൽ വീണതുപോലെ മാത്രമായിരുന്നു എനിക്ക് തോന്നിയെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ വല്ലാത്തൊരു ചമ്മൽ. ഉസോപ്പിനാണെങ്കിൽ കൂലങ്കക്ഷമായിട്ടുള്ള ഒരു സംശയം. അവനാണെങ്കിൽ വളരെ കാര്യമായിട്ട് ടീച്ചറിനോട് അത് ചോദിക്കും. എൻ്റെ ചിന്തയിലുണ്ടായിരുന്ന കാര്യം എൽബോഫിലുള്ള എല്ലാവരും വാരിയേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാണ്. പക്ഷേ ഈ കുട്ടികളും നിങ്ങൾ ഒരുമിച്ച് പറയുന്നു അവർക്കതിന് ആഗ്രഹമില്ല എന്ന്.
ആ ജയന്റ് ലേഡി ആണെങ്കിൽ ഉസോപ്പിന്റെ ചോദ്യവും എക്സ്പ്രഷനും ഒക്കെ കണ്ട് ഒന്ന് ചിരിക്കും. ആക്ച്വലി നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരുപാട് വാരിയേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. എല്ലാവരും വാരിയേഴ്സായി മാറാൻ ആഗ്രഹിക്കുന്നവരല്ല. മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നത്, അവരെ കൊള്ളയടിക്കുന്നത്, അവരെ വേട്ടയാടുന്നത് അതൊരു നല്ല കാര്യമായിട്ട് ഇപ്പോൾ ഉള്ള തലമുറ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. എനിവേ, നിങ്ങൾ ഇവിടേക്ക് വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഓൾറെഡി സൗൾ നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങളല്ലേ സ്ട്രോഹാർ ലൂഫി? അതിന് ലൂഫി പറയും, അതെ, അത് ഞാനാണ്. ടീച്ചർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ ആൾക്കാരോട് സംസാരിച്ച് അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ഉസോപ്പിനാണെങ്കിൽ വല്ലാത്തൊരു നിരാശ. കാരണം അവൻ കരുതിയത് എൽബോഫിലുള്ള എല്ലാവരും പവർഫുള്ളായ വാരിയേഴ്സ് ആയിരിക്കുമെന്നാണ്. പക്ഷേ യഥാർത്ഥ ചിത്രം അത് മറ്റൊന്നാണ്. ഉടനെ ടീച്ചറാണെങ്കിൽ അവർ രണ്ടുപേരെയും കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയും, ഞങ്ങളുടെ കിങ് പറഞ്ഞു തന്നത് അത് വളരെ മഹത്തായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ട് ടീമുകൾ തമ്മിൽ യുദ്ധം ചെയ്ത് നശിക്കുന്നതിലും നല്ലത് അവർക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ തരികയാണെങ്കിൽ നാട് മുന്നേറും. ആരുടെയും മരണം ഉണ്ടാവില്ല. രക്തച്ചൊരിച്ചിൽ അത് ഒഴിവാക്കാം. നമ്മുടെ നാട് അത് മുന്നേറും എന്നാണ്. കിങ് ഹറാൾഡാണ് ഞങ്ങളുടെ ഈ നേഷനെ തന്നെ മാറ്റിമറിച്ചത്. ഇവിടെ യുദ്ധമില്ലാതെ സമാധാനം കൊണ്ടുവന്നത് അത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഇതുപോലുള്ള ഒരുപാട് വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സാധിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ തന്നെ അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു. അവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ അവനെ പിന്നീട് കിങ് ആക്കി മാറ്റാനായിട്ട് കഴിഞ്ഞില്ല. അവന് വലിയൊരു പണിഷ്മെന്റ് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ എൽബോഫിനിപ്പോ ഒരു റൂളർ ഇല്ല. ആരെങ്കിലും ഇവിടേക്ക് ഫൈറ്റിന് വന്നാൽ തന്നെ ഈ എൽബോഫിലുള്ളവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അതിനെങ്ങനെ ഫേസ് ചെയ്യുന്ന പോലും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾ ജയൻസ് ആയതുകൊണ്ട് മാത്രം ഇതുവരെ ഞങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, ഇപ്പൊ നമുക്ക് അതൊക്കെ മറന്ന് ഇവിടെ എൻജോയ് ചെയ്യാം. ഉടനെ ടീച്ചറാണെങ്കിൽ കുട്ടികളോട് നമ്മുടെ ആൾക്കാരെ അവിടെ മുഴുവൻ ചുറ്റിക്കാണിക്കാനായിട്ട് പറയും. ഒരു കുട്ടിയാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ഉസോപ്പിനെ എടുത്തെറിയും. മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ സേഫ് ആയിട്ട് അവനെ ക്യാച്ച് ചെയ്യുകയാണ്. ലൂഫിയോട് ചോദിക്കും, സത്യത്തിൽ ഞാൻ നിന്നെക്കുറിച്ച് ഒരുപാട് സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ട്. നിന്നെ കാണുമ്പോൾ നീ വൈറ്റ് കളറിലായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ എനിക്കുണ്ട്. പക്ഷേ അത് ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷനാണ്. നോർമലി ഞാൻ ഈ കാണുന്ന കാഷ്വൽ ഡ്രസ്സിലായിരിക്കും. ഇതാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് പറയും. അത് കേട്ട് ടീച്ചറാണെങ്കിൽ നാണിച്ച് ചിരിക്കും. ടീച്ചറാണെങ്കിൽ ലൂഫിയോട് പറയും, ഇപ്പോൾ ഞങ്ങളുടെ തലമുറയിലുള്ളവർ വരെ മാത്രമാണ് വാരിയേഴ്സ് ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയുള്ളൂ. ഇനി വരാൻ പോകുന്ന തലമുറയിലുള്ള എല്ലാവരും സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഉടനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ടീച്ചറിനോട് പറയും, ടീച്ചർ, ലൂഫിയെ എൻ്റെ കയ്യിൽ തരൂ, അവരെ ഞാനിവിടെ മുഴുവൻ ചുറ്റിക്കാണിക്കാമെന്ന് പറയും. ഉടനെ ടീച്ചറാണെങ്കിൽ സന്തോഷത്തോടു കൂടെ അവളുടെ കയ്യിലേക്ക് ലൂഫിയെ കൊടുക്കുകയാണ്. അതേസമയം സോൾ ആണെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരെ അവിടെയുള്ള കാഴ്ചകളെല്ലാം ഒന്നൊന്നായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. സൗൾ ആണെങ്കിൽ റോബിനോട് പറയും, സത്യത്തിൽ ആ ഒരു വോഹാർ ഐലാൻഡിൽ നിന്ന് അവിടുന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെട്ട് ഈ എൽബോഫിലേക്ക് വന്നത്. അവിടെ നിന്ന് ഞാൻ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം, അവർ ട്രഷറായിട്ട് കരുതിയിരുന്ന ആ ഒരു ബുക്സ് അതിനെങ്ങനെയെങ്കിലും സേവ് ചെയ്യണമെന്ന് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം ഹൈറുദ്ദീനുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ അതിനുശേഷം വോഹറയിലേക്ക് പോയി. അവിടെ നദിയിൽ അവർ സേഫായി വെച്ചിരുന്ന ആ ബുക്കുകളെല്ലാം ഞങ്ങൾ കണ്ടെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നു. അവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരുമായിട്ട് ലൈബ്രറിയുടെ അടുത്തേക്ക് വരും. അവിടുന്ന് ഞങ്ങൾ കളക്ട് ചെയ്ത ബുക്കുകളാണ് ഈ ഒരു ലൈബ്രറിയിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഓരോരോ ബുക്ക് കാണുമ്പോഴും ഓരോരോ ലൈഫായിട്ടാണ് ഞങ്ങൾക്ക് തോന്നാറ്. നീ ആ ബുക്സുകൾ വീണ്ടും കാണാൻ തയ്യാറാണോ? റോബിൻ ചോദിക്കും. അവൾക്കാണെങ്കിൽ എന്തു മറുപടി പറയണമെന്നറിയില്ല. അടുത്ത നിമിഷം സോളാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യും. വലിയൊരു കാറ്റ് അതവളെ വീശിയടിച്ച് അങ്ങനെ കടന്നു പോവാണ്. അവൾക്കാണെങ്കിൽ വോഹാർ ഐലാൻഡിൽ ഉണ്ടായിരുന്ന ചില പ്രതീതി അങ്ങനെ അവളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അവൾ പതിയെ ആ ലൈബ്രറിയുടെ അകത്തേക്ക് കയറും. അടുത്ത നിമിഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് അതിനങ്ങനെ ഭാരം കൂടി അവൾക്ക് താങ്ങാൻ കഴിയാതെ അത് താഴേക്ക് വീഴുകയാണ്. അതൊരു ജയന്റ് ബുക്കായി മാറുന്നത് കണ്ട് അവളാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ആ ബുക്കിലേക്ക് തന്നെ നോക്കും. ആ ബുക്ക് മാത്രമല്ല, ലൈബ്രറിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ബുക്കുകളും ഇപ്പോൾ വളരെ ജയന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഈ ഒരു ലൈബ്രറിയിലേക്ക് ഏതെങ്കിലും ഒരു ബുക്ക് കൊണ്ടുവന്നാൽ അത് ജയന്റ് ആയിട്ട് മാറും. അത്രയധികം കെയർ കൊടുത്താണ് അവർ ആ ലൈബ്രറി അത് നിർമ്മിച്ചിരിക്കുന്നത്. റോബിനാണെങ്കിൽ ആ ബുക്കുകളിലൂടെ അവളുടെ കണ്ണോടിക്കും. ഓൾമോസ്റ്റ് എല്ലാ ബുക്കുകളും അവിടെ സേഫ് ആയിട്ടുണ്ട്. ഒരു സെക്കൻഡ് അവൾ വോഹാർ ഐലാൻഡിൽ ലാസ്റ്റ് ആ ലൈബ്രറി തീ കത്തി എരിയുന്നത് അത് ആലോചിക്കുകയാണ്. അവിടെയുള്ളവരെല്ലാവരും അവരുടെ ജീവൻ രക്ഷിക്കുന്നതിലും വലുതായിട്ട്
ആ ബുക്കുകൾ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സോളും ടീമും ചേർന്ന് ഒരു ബുക്ക് പോലും വിട്ടുപോവാതെ അതെല്ലാം സേഫായി ഇവിടേക്ക് എത്തിച്ചത്. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ റോബിനും സോളും രണ്ടുപേരും ഒരുമിച്ച് കരയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ ലോക്കിയെ കാണിക്കും. ലോക്കിയാണെങ്കിൽ ട്രാൻസ്പോർട്ടർ സ്നെയിലില് ഓപ്പോസിറ്റ് ആരോടോ സംസാരിക്കുകയാണ്. അവന്റെ വെറും ഒരു എന്റർടൈൻമെന്റ് ആണ് അത്. ഓപ്പോസിറ്റുള്ള ആളും കാര്യമായിട്ട് അവനോട് സംസാരിക്കും. ലോക്കിയാണെങ്കിൽ അവനോട് പറയും, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട ഇവിടെയുള്ള എല്ലാവരെയും കൊല്ലും. അത് കേട്ട് അവൻ ഷോക്കാവും. അയ്യോ ഇല്ല ഇല്ല, ഒരു കാരണവശാലും നീ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അത് വലിയ തെറ്റാണ്. പക്ഷെ ലോക്കിയാണെങ്കിൽ ദേഷ്യപ്പെടും. നിന്നെ ഇങ്ങനെ ചെയ്തവരെ വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ വെറുതെ വിട്ടാ അവർ വീണ്ടും നിന്നെ വേട്ടയാടി വരും. അതുകൊണ്ടാണ് അവരെ ഇല്ലാതാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അത് കേട്ട് അവൻ പറയും, ഇപ്പം നിങ്ങളുടെ സംസാരത്തിൽ ഒരല്പം മയമുണ്ട്. ഉടനെ ലോക്കിയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. ലോക്കി അവിടെ നിന്ന് അഴിച്ചുവിട്ട അവനാ എൽബോ ഫയലാൻഡ് തന്നെ തകർത്ത് കളയും. കട്ട് ചെയ്ത ഇവിടെ അവരാണെങ്കിൽ വലിയ പാർട്ടി ആഘോഷിക്കാൻ തയ്യാറായി കഴിഞ്ഞു. തോരണങ്ങളൊക്കെ കെട്ടി ഡാൻസും പാട്ടുമായിട്ട് അവരങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. ബ്രോഹിയും ആണെങ്കിൽ ലൂഫിയാൻ ടീമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പൊ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ക്യാഷ്വലായിട്ടിരിക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. കോട്ടയില് ആരോ ടെലിപ്പോർട്ടായി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ആ എൽഡേഴ്സ് എങ്ങനെ ടെലിപ്പോർട്ടായി വരുന്നോ അതുപോലെ രണ്ടുപേര് ഇപ്പൊ അവിടേക്കും ടെലിപ്പോർട്ടായി എത്തി. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവരെ കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.